ഈ സ്ട്രീം സൈഡ് റൂട്ടിങ്ങിന്റെ ഒരു കാര്യം ഞാൻ ബ്ലോഗിൽ വായിച്ചിട്ടുണ്ട്. 100 വിചിന്തനങ്ങളായിട്ടുള്ള ഒരു ഭാഗം. സ്ട്രീം സൈഡ് റൂട്ടിങ്. ഓക്കെ, ആ പേര് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എനിക്ക് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു തന്നിട്ടുള്ള പേരാണ് സ്ട്രീം സൈഡ് റൂട്ടിങ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് വായിച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒത്തിരി ഇൻസൈറ്റ്സ് എന്ന് പറയും. ഇതിങ്ങനെ ഡീപ്പായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധത്തിൽ നിന്നാണ് ആ വിചിന്തനങ്ങൾ വന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ബ്ലോഗിലേക്കും പിന്നെ ആ ഒരു പേരിലേക്കൊക്കെ ഉള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ നയിക്കൽ എങ്ങനെയായിരുന്നു? ആദ്യം മുതൽ തന്നെ ഒരു ഉള്ളിൽ ഉറപ്പായിട്ടുള്ളൊരു കാര്യം, മനുഷ്യൻ വിചാരിച്ച ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈശോ പറയുന്നില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആ ഒരു ഇപ്പോൾ ഒരു വൃക്ഷത്തിന് അല്ലെങ്കിൽ ഒരു ചെടിക്കാണെങ്കിൽ അതിൻ്റെ ബേസ് നിൽക്കേണ്ടത് ആ മണ്ണിൽ, ഇൻ ദ സോയിൽ. അപ്പോൾ ആ സോയിലിൽ വെള്ളം ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു ഘടകമാണ്, അല്ലേ? ഈ വൃക്ഷത്തിൻ്റെ വേരുകൾ വെള്ളവും വളവും വലിച്ചെടുക്കണം. അപ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ ഒരു പോയറ്റിക് മൈൻഡ് ഉണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സിസ്റ്റർ ആവണേക്കാൾ മുമ്പേ കവിതകളൊക്കെ എഴുതായിരുന്നു, പോയംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു ആശയം, ഒരു വൃക്ഷത്തിന് അവിടെ ആ ഗ്രൗണ്ടിൽ റൂട്ടഡായി നിന്നാൽ മതി, വേരുണ്ടായാൽ മതി, അവിടെ വെള്ളം ഉണ്ടെങ്കിൽ വലിച്ചെടുത്താൽ, വളം ഉണ്ടെങ്കിൽ വലിച്ചെടുത്താൽ ആ പ്രോസസ്സ് ഉള്ളിൽ നടന്നോളും, ഫലം ചൂടിക്കോളും. ആ ഒരു ഐഡിയ ഉണ്ട്. പിന്നെ സയൻസ് ടീച്ചറാകുമ്പോൾ ഈ വൃക്ഷങ്ങളുടെ ആ ഒരു ചിലതൊക്കെ പഠിച്ച ഫോട്ടോസിന്തസിസും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതുണ്ട്. പിന്നെ ഈ ഡിസേൺമെൻറ്റ് നടന്നുകൊണ്ടിരുന്ന നാളുകളിൽ ഓക്കെ, അപ്പോൾ എവിടെയാണ് നമ്മൾ ഈ വേര് പിടിക്കേണ്ടത്, എവിടെയാണ് വേര് പിടിക്കേണ്ടത്? അപ്പോഴാണ് കത്തോലിക്ക സഭയാകുന്ന ആ നല്ല വളക്കൂറുള്ള മണ്ണിലാണ് ഓരോ മനുഷ്യനും, ഓരോ ക്രിസ്ത്യാനിയും, ഓരോ കത്തോലിക്കനും കത്തോലിക്കൊക്കെ വേര് പിടിക്കേണ്ടത്. കാരണം അവിടെ കത്തോലിക്ക സഭയിലെല്ലാം ഉണ്ട്. ദൈവം ആ ഫുൾനെസ് ഓഫ് ട്രൂത്ത് ചൊരിഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വേര് പിടിക്കണം എന്നുള്ളൊരു ആശയം ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് മുമ്പ് അറിയുന്ന ഈ വൃക്ഷത്തിൻ്റെ കാര്യവും ഇത് രണ്ടും തമ്മിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നിപ്പിക്കണം എന്നുള്ളൊരു ആശയം ഇങ്ങനെ വന്നു. അപ്പോഴാണ് ബൈബിളിൽ നോക്കിയപ്പോൾ ആ ഒരു ദൈവവചനം കണ്ടത്, സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ. അപ്പോൾ പിന്നെ ഞാൻ തിരഞ്ഞു, ഇനി വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ 3-4 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ നല്ല സ്ഥലത്താണ് വേരൂന്നിയിരിക്കുന്നതെങ്കിൽ, വെള്ളം കിട്ടുന്ന സ്ഥലത്താണ് വേരൂന്നിയിരിക്കുന്നതെങ്കിൽ ഫലം എക്കാലവും പുറപ്പെടുവിക്കും. പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരിതാണ് ഞാൻ പറഞ്ഞില്ല, എന്ത് കാര്യം ചെയ്യുമ്പോഴും ബെസ്റ്റ് ചെയ്യണം, ഫലം ചൂടണം, ഇങ്ങനെ ഇങ്ങനെ ഫ്ലറിഷ് ആവണം, ഇങ്ങനെ ഒരു ഡ്രൈ ലൈഫ് വേണ്ട എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ഞാൻ ഈ വചനഭാഗങ്ങളൊക്കെ ഒരുമിച്ച് വെച്ചു. ഇനി ഇതിൽ നിന്ന് പിന്നെ എൻ്റെ വേറൊരു സ്വഭാവമാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു തീം എടുക്കുക. ഇപ്പോൾ സ്ട്രീം സൈഡ് റൂട്ടിങ്ങിന് തീം 1, തീം 2 എന്നൊക്കെ ഒരു തീം, അതും എൻ്റെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു ടൈറ്റിൽ, ഒരു തീം. ഇപ്പോൾ ഈ യൂട്യൂബിൽ തന്നെ ഓരോ വീഡിയോസ് ഇടുമ്പോൾ ഒരു ടൈറ്റിൽ, ഒരു തീം. പണ്ട് സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരില്ലേ, ഇങ്ങനെ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്ന് ഒന്നുകിൽ അതിൻ്റെ രത്ന ചുരുക്കം എഴുതണം, അല്ലെങ്കിൽ അതിനൊരു ഹെഡിങ് കൊടുക്കണം. അങ്ങനത്തെ കാര്യമൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ തന്നെ ഇഷ്ടമുള്ള ഇൻട്രസ്റ്റുള്ള കാര്യങ്ങൾ, എൻ്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സൊക്കെ ഉപയോഗിച്ച് കർത്താവ് ഇതിൽ ഉപയോഗിക്കണം. അപ്പം നമ്മുടെ ഹോൾ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ ദൈവം തന്നെ തന്നിട്ടുള്ള എല്ലാം ദൈവം തന്നെ എടുത്ത് ഉപയോഗിക്കും. അപ്പം അങ്ങനെയാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഒരു ഷോർട്ടായിരിക്കണം. അപ്പോൾ ഈ ദൈവവചനമൊക്കെ വായിച്ചിട്ട് ഓക്കെ 3 കാര്യങ്ങൾ ഞാൻ ഉറപ്പിച്ചു. അത് ഒന്ന്, ഈ വെള്ളമുള്ള സ്ഥലത്തായിരിക്കണം. അപ്പോൾ അതിനൊരു പേര് വേണം. അപ്പോൾ കടലിൽ നിന്ന് ഇടാൻ പറ്റുമോ? ഇപ്പോൾ ആറ്റുതീരത്ത് നടപ്പെട്ട, അപ്പോൾ ആറ്റുതീരം, സ്ട്രീം,
ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് സ്ട്രീം. അപ്പോൾ അവിടെ എപ്പോഴും നനവുണ്ടായിരിക്കും, അതിൻ്റെ ചുറ്റും വൃക്ഷങ്ങൾ എപ്പോഴും വളരും. അപ്പോൾ സ്ട്രീം എന്നുള്ള വാക്ക്, അപ്പോൾ 2-3 വാക്കുകൾ ആദ്യം പിടിച്ചു. പിന്നെ റൂട്ട് വേണം, വെറുതെ ഇങ്ങനെ മണ്ണിൻ്റെ മുകളിൽ ഇട്ടാൽ പോരാ. അപ്പോൾ ഈ സ്ട്രീമും റൂട്ടും 2 വാക്കുകൾ. അത് കഴിഞ്ഞ് സ്ട്രീമിൻ്റെ ഉള്ളിലല്ലല്ലോ മരം ഉണ്ടാവണ്ടേ, സ്ട്രീമിൻ്റെ സൈഡിലല്ലേ, തീരത്ത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയേ, സ്ട്രീം സൈഡ് ഓർപ്പിച്ചു. പിന്നെ റൂട്ടെന്ന് വെറുതെ ഇട്ടാൽ പോരാ, അതൊരു വേർബായിട്ട് വരണം, ഒരു ക്രിയ, റൂട്ടിങ്. സ്ട്രീം സൈഡ് റൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് ഈ എല്ലാ ഇതിനെ പറ്റിയുള്ള ദൈവവചനം ജെറമയയുടെ പുസ്തകത്തിലുണ്ട്, പിന്നെ എസെക്കിയലിൻ്റെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ വന്നപ്പോൾ സ്ട്രീം സൈഡ് റൂട്ടിങ്. അതായത് ദൈവത്തിൻ്റെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കണം. നമ്മുടെ എല്ലാ ഫാക്കൽറ്റിയും ഇതിനു വേണ്ടി വിട്ടുകൊടുക്കണം. അപ്പോൾ എനിക്കിങ്ങനെ ഒരു വിളിക്കുള്ളിൽ വിളി ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ എൻ്റെ എല്ലാ ഫാക്കൽറ്റിയും ചിന്തകളും എൻ്റെ കഴിവുകളും എല്ലാം അതിലേക്ക് ഇട്ടു. അപ്പോൾ ദൈവം എല്ലായിടത്തും ഉപയോഗിച്ചു, ഇങ്ങനെ തീം ഉണ്ടാക്കാനുള്ളതും. അപ്പോൾ നമ്മൾ വി ആർ എൻഗേജ് എവറിത്തിങ്. ഓക്കെ, ഇന്ന് തൊട്ട് ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ റെയിൻ ദ ഹോളി റുവാഹ് ലോർഡ് സ്ട്രീം സൈഡ് റൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക, ദൈവം അതെടുത്ത് ഉപയോഗിക്കും, മറ്റു പലരിലേക്കും ദൈവം ഒഴുക്കും. അങ്ങനെ തീമുകൾ വരാൻ കാരണം ഈ ഒരു സ്ട്രീം സൈഡ് റൂട്ടിംഗ്, അല്ലെങ്കിൽ ആറ്റുതീരത്തെ വേരൂന്നൽ. റൂട്ടിംഗ് എന്ന് വെച്ചാൽ വേരൂന്നൽ. അപ്പം അതിൻ്റെ തീംസ് എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വേരൂന്നാൻ പറ്റും. വേരുണ്ടായേ പോരല്ലോ, അതിങ്ങനെ ഊന്നണ്ടേ. ഒരു വൃക്ഷം ഇങ്ങനെ അപ്രൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വേര് ഊന്നിയിട്ടില്ലെങ്കിൽ അതിന് വളരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ തന്നെ ഈ ആറ്റുതീരത്ത് ഇങ്ങനെ വേരൂന്നണെങ്കിൽ എന്തൊക്കെ വേണം, അതാണ് ഓരോ തീം 1, തീം 2. അപ്പോൾ ഓരോന്ന് വായിക്കുമ്പോഴും അത് പ്രാക്ടീസ് ചെയ്താൽ വേരിങ്ങനെ ഊന്നാണ്, റൂട്ടിങ് നടക്കുക. അങ്ങനെയാണ് അത്. ഈ ഒരു ആശ്രമത്തിൻ്റെ ക്യാരിസും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചൈതന്യവും ഈ ഒരു കൾച്ചറും ഇതൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങൾക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ പേഴ്സണൽ ക്യാരിസും ഈ ആശ്രമത്തിൻ്റെ ക്യാരിസും തമ്മിലൊരു കണക്ഷൻ, മാച്ചിങ് ഫീൽ ചെയ്തതുകൊണ്ടാണെന്ന് നിങ്ങളിവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ ചെറുപ്പകാലം മുതലുള്ള നിങ്ങളുടെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു മാച്ചായിട്ട് തോന്നുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വിളി അങ്ങനെ ഡിസേൺ ചെയ്ത് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വളരുക. എൻ്റെ ഒരു പേഴ്സണൽ ക്യാരിസം, ഈ ആശ്രമത്തിൻ്റെ ക്യാരിസം, ഇനി പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ആ ക്യാരിസം, അതിലേക്ക് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ വിശാലമായിക്കൊണ്ടിരിക്കണം. പേഴ്സണൽ ലെവൽ, ദൈവം പ്ലേസ് ചെയ്തിട്ടുള്ള ആ കൂട്ടായ്മയുടെ ലെവൽ, പിന്നെ അത് പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കണം. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഒരു ക്യാരിസം ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി ആത്മാക്കളെ നേടി നമ്മൾ സ്വർഗത്തിലേക്കുള്ള ആ യാത്രയിൽ മുന്നേറാം. അപ്പോൾ പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവിൻ്റെ, പരിശുദ്ധ റുഹായുടെ, ഹോളി റുഹായുടെ നാമത്തിലുള്ള ഈ ആശ്രമം പരിശുദ്ധാത്മാവ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതിൻ്റെ ഘട്ടങ്ങൾ പരിശുദ്ധാത്മാവിന് മാത്രമാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. നമുക്ക് കുറച്ചൊക്കെ കാണാം, പക്ഷേ ഫുള്ള് കാണാൻ പറ്റുന്നില്ല. ബാക്കി പലർക്കും ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് അനുഭവിക്കണ്ടോ നമ്മുടെ ഉള്ളിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ആരും കാണിക്കണ്ട. ഓക്കെ, അങ്ങനെ പരിശുദ്ധ റുഹ വാഴട്ടെ. Reign the Holy Lord, reign forevermore. Reign the Holy Lord, reign forevermore. All glory to God. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനുള്ളതിനായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ റൂഹായ് സീക്രട്ട് ഓർഡർ വേണം പരിശുദ്ധ റൂഹായ്
പരിശുദ്ധ റൂഹായ് സീക്രട്ട് കൊയിലോനിയ വേണം കൊയിലോനിയ വേണം പരിശുദ്ധ റൂഹായ് സീക്രട്ട് സപ്പോർട്ട് വേണം പരിശുദ്ധ റൂഹായ്